നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് തന്ത്രി അവർ. അദ്ദേഹത്തെ നമുക്ക് പ്രണവത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സർ. പ്രേതബലി അതുപോലെ അടുക്കള മുത്തശ്ശി കർമ്മം ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്തവർക്ക്, അതായത് സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതെന്ന് പറയാം? ഇപ്പോൾ നമുക്ക് ജോലി സ്ഥലത്ത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്കും അവരുടെ ജീവിതത്തിലേക്ക് റിവേഴ്സ് ചെയ്യാൻ, ഈശ്വരയുടെ പുണ്യത്തിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞതിന് ശേഷം മഹാഗണപതിയുടെ ധ്യാനമന്ത്രം, എല്ലാ ഗണപതിമാരുടെയും ധ്യാനമന്ത്രം ഒന്ന് തന്നെയാണ്. ആ ധ്യാനമന്ത്രം ഇങ്ങനെയാണ്: ഓം നമോ ഭഗവതേ ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. മന്ത്രം ഒന്നുകൂടി പറയാം: ഓം നമോ ഭഗവതേ ഓം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഈ മന്ത്രം രാവിലെ 21 പ്രാവശ്യം ജപിക്കുക. അങ്ങനെ 21 പ്രാവശ്യം വെച്ച് മന്ത്രം ജപിച്ച് പോകുമ്പോൾ 7 ദിവസമാകുമ്പോഴേക്കും ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. ഇപ്പോൾ മാറ്റങ്ങളിലൂടെ തന്നെ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് എത്താം. ഒന്നുകിൽ ഇവിടെ ഒരു കൺസൾട്ടേഷൻ എടുക്കാം. ഇനി കൺസൾട്ടേഷൻ എടുത്ത് ആ പൈസ ഇപ്പോൾ മുടക്കാൻ പറ്റുകയില്ല എങ്കിൽ ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക. അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഒരു ചരട് ജപിച്ച് വാങ്ങുക. നമ്മുടെ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് ചരട് ജപിച്ച് അയച്ചു തരും. ആ ചരട് കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 27 ദിവസം വരെ പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതിനുള്ളിൽ ഗണപതി ഏലസിനുള്ള പൈസ ലഭിച്ചിരിക്കും. നിങ്ങൾ വായ്പ ചോദിച്ചാലും ശരി, എവിടെ നിന്നായാലും നിങ്ങൾക്ക് ആ പൈസ ലഭിച്ചിരിക്കും. ആ ഏലസ് വാങ്ങിയതിന് ശേഷം, ആ ഏലസിനോട് 5000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഏലസ് വാങ്ങി ധരിച്ച് അതിൻ്റെ കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോയാൽ 1.5 വർഷം വരേക്കും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരികെ എത്താൻ സാധിക്കും. 1.5 വർഷം സമയമുണ്ട്. അപ്പോൾ അത് തന്നെ അതിൻ്റെ വഴിപാടുകൾ ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളൊന്നും സാധിക്കുന്നില്ല. ഇപ്പോൾ വിദേശത്തുള്ള ആളാണെങ്കിൽ പോലും നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ, തിരുപേരമംഗലത്തപ്പൻ എന്നൊരു നാഗരാജാവാണ്. ശൈവ വൈഷ്ണവ ചൈതന്യമായി യുഗങ്ങളോളം തപസ്സിലാണ്ട് കിടന്നിരുന്ന ഉഗ്രപ്രതാപമുള്ള ദേവചൈതന്യം നാഗരാജാവ്. ഈ നാഗദേവതയുടെ പിന്നിലായിട്ട് പ്രണവമലയുണ്ട്. മല തന്നെയാണ്. ഈ പ്രണവമലയിൽ 8 ഗണപതി ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 8 ഗണപതി ക്ഷേത്രങ്ങളിൽ മഹാഗണപതിയുണ്ട് 11 തൃക്കരങ്ങളോടുകൂടി. 11 തൃക്കരങ്ങളോടുകൂടി വിളങ്ങുന്ന മഹാഗണപതിയുടെ തിരുസന്നിധിയിൽ 108 ഗണപതി ഹോമം പാക്കേജ് സമയങ്ങളിൽ 1000 രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. 7 ദിവസത്തെ നാരകമാലയ്ക്കുള്ള പൈസ കൂടി അടച്ചു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന പോലെയല്ല. ഇവിടെ ഭക്തർക്ക് സമ്പൂർണ്ണമായിട്ട് എല്ലാ സ്വാതന്ത്ര്യവും നൽകിക്കൊണ്ട് അക്ഷതം തലക്കൊഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഹോമകുണ്ടത്തിലേക്ക് 108 ഗണപതി ഹോമം ചെയ്യുമ്പോൾ 108 പ്രാവശ്യവും അക്ഷതം എന്നാൽ അരിയും നെല്ലുമാണ്. ഒന്ന് ജീവനുള്ളതും മറ്റൊന്ന് ജീവനില്ലാത്തതും. ഇത് രണ്ടും ചേർത്ത് തലക്കൊഴിഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ ഭഗവാനെ, എനിക്ക് എൻ്റെ ജീവിതം തിരികെ തന്നേ മതിയാകൂ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, സാമ്പത്തികമായ അഭിവൃദ്ധിയിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തണം എന്നുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഏതൊരാൾക്ക് വേണമെങ്കിലും, നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക, ഈശ്വരനെ വിശ്വസിച്ചാണ് പിന്നാലെ പോകുന്നതെങ്കിൽ, അതായത് നമ്മളൊരു കടയിൽ പോയി സാധനം വാങ്ങുന്നത്, നമ്മുടെ കയ്യിലുള്ള പൈസ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മൾ അവരോട് പറയും, എനിക്കൊരു സോപ്പ് വേണം, അല്ലെങ്കിൽ ഒരു 10 കിലോ അരി വേണം. അതേപോലെ തന്നെയാണ് നമ്മൾ ഭഗവാന് കൊടുത്തുകൊണ്ടാണ് ചോദിക്കുന്നത്, എനിക്ക് ഇന്നമാതിരി കാര്യങ്ങൾ സാധിക്കണം, ലഭിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ അതിനുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ 1.5 വർഷം വരെ ഏലസിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും. ഗണപതി ഏലസ് ധരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, പകൽ സമയങ്ങളിൽ നോൺ വെജ് കഴിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ മരണവീട്, ജനനവീട്, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലൊന്നും ഏലസ് ഉപയോഗിക്കാൻ പാടില്ല. സ്ത്രീകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പീരീഡ് സമയത്തൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇനിയിപ്പോൾ മത്സ്യക്കച്ചവടം നടത്തുന്നവരാണ്, മാംസ കച്ചവടം നടത്തുന്നവരാണെങ്കിൽ എല്ലാം അവർക്ക് കച്ചവടം ചെയ്യുന്നതിനും കുഴപ്പമില്ല. കാരണം ഇപ്പോൾ കോഴിയെ വെട്ടുന്നതിനോ അതേപോലെ തൊലി പൊളിക്കുന്നതിനോ കറി വയ്ക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഉപ്പൊന്നും നോക്കാൻ പാടില്ല, ടേസ്റ്റ് നോക്കാൻ പാടില്ല. പകൽ സമയങ്ങളിൽ നോൺ വെജ് ഒഴിവാക്കുക. രാത്രിയാകുമ്പോൾ അഴിച്ചു വെച്ച് നമുക്ക് ഏത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. ഭാര്യാഭർത്തൃ ബന്ധങ്ങളെല്ലാം അനുഭവിക്കാം. അതിനൊന്നും ഒരു തടസ്സവുമില്ല. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈശ്വരനോട് തന്നെയാണ് അപേക്ഷിക്കുന്നത്. എൻ്റെ ഈ സമയമാണ്, പകൽ സമയം ഞാൻ ഭഗവാന് നൽകുന്നു, പകരമായിട്ട് എനിക്ക് ധനമായിട്ട് തന്നെ ഭഗവാൻ എന്നെ അനുഗ്രഹിക്കണം. അങ്ങനെയാണ് ഇവിടെ ഓരോരുത്തരെയും നമ്മൾ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ഞാൻ ഈ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് അവരിലൂടെയും
ജീവിത സമൃദ്ധിയിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാ പ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, പാതാവാഹനം നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് സനാതന ധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും 1000 സൗജന്യ തീർത്ഥാടന ബസ്സുകൾ തന്നെയാണ് പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്ലാവില, വാഴയില, അടയ്ക്കാമര പൂക്കുല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റിലടയ്ക്ക, മുക്കുറ്റി കറുക, കൂളയില ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾ സ്വയമേവ സമർപ്പണം നടത്തി പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളിലൂടെ ഏതൊരു മനുഷ്യർക്കും ജീവിതത്തിൽ കരകയറുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ പേര് രഞ്ജിത്ത്, എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിലാണ് വീട്. ഞാനിവിടെ 2022 ഫെബ്രുവരിയിലാണ് ആദ്യമായിട്ട് വരുന്നത്. എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചടങ്ങുകളും ഒരു പ്രത്യേക അനുഭവമാണ് നമുക്ക് ഈ നാഗരാജ ക്ഷേത്രത്തിൽ. അപ്പോൾ ഇവിടെ വന്ന് സന്ദർശിച്ചപ്പോൾ തിരിച്ചറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗണപതി പ്രതിഷ്ഠകളുണ്ട്, പല രൂപത്തിലും പല ഭാവത്തിലും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ വന്ന് തൊഴുത് വഴിപാടുകളൊക്കെ നടത്തി. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമായ ചെലവുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ടും ചെയ്യാൻ പറ്റുന്ന അമ്പലമാണ്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വഴിപാടുകൾ സമർപ്പിക്കാനും നേരിട്ട് നിവേദ്യം കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ രണ്ടാമത് വന്ന് തൊഴുതപ്പോൾ കുറച്ച് ദോഷങ്ങൾ പറഞ്ഞ ശേഷം നേരിട്ട് ഇപ്പൊ രണ്ടാമത് ആ സ്വാമി തന്നെ ഇവിടെ വേറെ പ്രത്യേക ചെലവൊന്നും ഇല്ലാതെ ആ അമ്പലത്തിൽ വീണ്ടും നമുക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് അമ്പലങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭക്തന് പൈസ ചെലവോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വ്യത്യസ്തമായ രീതിയിലാണ് എല്ലാ ചടങ്ങുകളും. ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയായിരുന്നു. പല ക്ഷേത്രങ്ങളിൽ വെച്ച് പോയതിലും വളരെ വ്യത്യസ്തമാണ് അവിടെ നിന്ന് കിട്ടിയ അനുഭവം. താങ്ക് യു. ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം: ടു ദി പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. നന്ദി, നമസ്കാരം.